ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ട് രേഖപ്പെടുത്തി പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും. സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിൽ. പ്രചാരണം നയിച്ച് ദേശീയ നേതാക്കൾ. ഇറാനെതിരെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം. പ്രധാന നഗരങ്ങളിൽ വ്യോമഗതാഗതം നിർത്തിവച്ചു. തൃശൂർ പൂരാവേശത്തിൽ. ഇലഞ്ഞിത്തറ മേളം അല്പസമയത്തിനകം. വൈകിട്ട് 4-ന് കുടമാറ്റം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 17 സംസ്ഥാനങ്ങളിലെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. തമിഴ്നാട്ടിലും ലക്ഷദ്വീപ്, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ഉത്തരാഖണ്ഡ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, നാഗാലാന്റ്, സിക്കിം എന്നിവിടങ്ങളിലുമാണ് ഇന്ന് ഒറ്റഘട്ടമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയാവുക. രാജസ്ഥാനിലെ 12 മണ്ഡലങ്ങളിലും ഉത്തർപ്രദേശിലെ 8ഉം മധ്യപ്രദേശിലെ 6ഉം അസം, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ 5 വീതം സീറ്റുകളിലും ബീഹാറിൽ 4ഉം പശ്ചിമബംഗാളിൽ 3ഉം മണിപ്പൂരിൽ 2ഉം ഛത്തീസ്ഗഡിലെയും ത്രിപുരയിലെയും ജമ്മു കാശ്മീരിലെയും ഓരോ സീറ്റിലും സമ്മതിദായകർ ഇന്ന് വിധിയെഴുതും. അരുണാചൽ പ്രദേശ്, സിക്കിം നിയമസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പും ഇന്ന് നടക്കും. രാവിലെ 11 മണിവരെയുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം തമിഴ്നാട്ടിൽ 23.79% വോട്ടും, പുതുച്ചേരിയിൽ 28.10% വോട്ടും, ലക്ഷദ്വീപിൽ 16.33% വോട്ടും, ഉത്തർപ്രദേശിൽ 25.20% വോട്ടും, ജമ്മു കാശ്മീരിൽ 22.60% വോട്ടും രേഖപ്പെടുത്തി. 34.54% വോട്ട് രേഖപ്പെടുത്തിയ ത്രിപുരയിലാണ് ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് രേഖപ്പെടുത്തിയത്. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിൽ രാവിലെ മോക്ക് പോളിംഗ് പ്രക്രിയകൾക്ക് ശേഷം 7:30 വോട്ടെടുപ്പ് ആരംഭിച്ചു. 10 ദ്വീപുകളിലായി 55 പോളിംഗ് ബൂത്തുകളിലാണ് ലക്ഷദ്വീപിൽ വോട്ടിംഗ് നടക്കുന്നത്. രാവിലെ 11 വരെയുള്ള പോളിംഗ് കണക്കനുസരിച്ച് മണ്ഡലത്തിൽ 16.33% വോട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വിശദാംശങ്ങളിലേക്ക്. രാജ്യത്തെ ഏറ്റവും ചെറിയ ലോക്സഭാ നിയോജക മണ്ഡലമായ ലക്ഷദ്വീപിലെ എല്ലാ ദ്വീപുകളിലും രാവിലെ 7:30 വോട്ടെടുപ്പ് ആരംഭിച്ചു. 10 ദ്വീപുകളിലായി 55 പോളിംഗ് ബൂത്തുകളിലാണ് ലക്ഷദ്വീപിൽ വോട്ടിംഗ് നടക്കുന്നത്. മുതിർന്നവരും സ്ത്രീകളുമടക്കം വലിയ ജനപങ്കാളിത്തമാണ് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നത്. വോട്ടിംഗ് പ്രക്രിയകൾ സാവകാശം ചലിക്കുന്നതായി വോട്ടർമാർ ആശങ്ക രേഖപ്പെടുത്തി. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി PP മുഹമ്മദ് ഫൈസൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹംദുള്ള സയ്യിദ് എന്നിവർ അന്ത്രോത്ത് ദ്വീപിൽ വോട്ട് രേഖപ്പെടുത്തി. NCP അജിത് പവാർ പക്ഷ സ്ഥാനാർത്ഥി TP യൂസഫ് കടമത്ത് ദ്വീപിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി K കോയ മിനിക്കോയ് ദ്വീപിലും വോട്ട് രേഖപ്പെടുത്തി. അന്തിമ വോട്ടർ പട്ടിക പ്രകാരം 29,278 പുരുഷന്മാരും 28,506 സ്ത്രീകളും ഉൾപ്പെടെ ആകെ 57,784 വോട്ടർമാരാണ് ലക്ഷദ്വീപിൽ സമ്മതിദാനം രേഖപ്പെടുത്താനായിട്ടുള്ളത്. 4 സ്ഥാനാർത്ഥികളാണ് ലക്ഷദ്വീപിൽ മത്സരരംഗത്തുള്ളത്. 10 ദ്വീപുകളിലെ 55 പോളിംഗ് ബൂത്തുകളിലുമായി ആവശ്യാനുസരണം ജീവനക്കാരെ വിന്യസിച്ചതായി ലക്ഷദ്വീപ് റിട്ടേണിംഗ് ഓഫീസർ അർജുൻ മോഹൻ അറിയിച്ചു. ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം നൽകിയ റിപ്പോർട്ടുകളാണ് നിങ്ങൾ കേട്ടത്. പുതുച്ചേരി ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ മാഹിയിൽ രാവിലെ മുതൽ വോട്ടെടുപ്പ് ആരംഭിച്ചു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകൾക്കിടയിലെ ഭൂവിഭാഗമാണ് മാഹി. 31 ബൂത്തുകളാണ് മാഹിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. എല്ലാ ബൂത്തുകളും പിങ്ക് ബൂത്തുകളാണെന്നതാണ് മാഹിയിലെ തെരഞ്ഞെടുപ്പിന്റെ സവിശേഷത. ഒരു പ്രിസൈഡിംഗ് ഓഫീസറും 3 പോളിംഗ് ഓഫീസർമാരുമടക്കം 4 ഉദ്യോഗസ്ഥകളാണ് ഓരോ പോളിംഗ് ബൂത്തും നിയന്ത്രിക്കുന്നത്. 140 വനിതാ ഉദ്യോഗസ്ഥകളെയാണ് ബൂത്തുകളിൽ നിയോഗിച്ചിട്ടുള്ളത്. മുഴുവൻ ബൂത്തിലും വനിതകൾ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്നതോടെ മാഹി തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇടം നേടുകയാണ് എന്ന് തന്നെ പറയാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. പ്രചാരണത്തിന് ദേശീയ നേതാക്കൾ കൂടി എത്തുന്നതോടെ റാലികളും പൊതുസമ്മേളനങ്ങളും സജീവമായി. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി പ്രതിനിധി നസീർ ബാബു. UDF-നായി രാഹുൽ ഗാന്ധി, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ ഇതിനകം മണ്ഡലത്തിലെത്തി. LDF-നായി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, വൃന്ദ കാരാട്ട് എന്നിവരും, NDA-ക്കായി BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ, കേന്ദ്രമന്ത്രി മീനാക്ഷി ലേഖി എന്നിവരും ഇതിനകം മണ്ഡലത്തിലെത്തി. സാധാരണഗതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഗരപ്രദേശങ്ങളും പട്ടണപ്രദേശങ്ങളും കേന്ദ്രീകരിക്കാറാണ് പതിവെങ്കിൽ ഇത്തവണ ഗ്രാമപ്രദേശങ്ങളിലാണ് ദേശീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുള്ള റാലികളും പൊതുയോഗങ്ങളും സംഘടിപ്പിക്കപ്പെടുന്നത്. സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനവും തുടരുകയാണ്.
വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞാണ് UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ പ്രചാരണം പുരോഗമിക്കുന്നത്. LDF സ്ഥാനാർത്ഥി എളമരം കരീമിന്റെ പ്രചാരണാർത്ഥം മണ്ഡലത്തിലെ വികസനാവശ്യങ്ങൾ മുൻനിർത്തി പ്രകടന പത്രിക മുൻ മന്ത്രി MA ബേബിയാണ് പ്രകാശനം ചെയ്തത്. NDA സ്ഥാനാർത്ഥി MT രമേശിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം വികസന രേഖ അമൃതം മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ പ്രകാശനം ചെയ്തു. ഏതായാലും വരും ദിവസങ്ങളിൽ പ്രചാരണം കൊട്ടിക്കയറും. കേരളത്തിൽ ലോക്സഭാ വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ശേഷിക്കെ ദേശീയ നേതാക്കളെ മുന്നിൽ നിർത്തി പ്രചാരണം ഊർജിതമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഇന്ന് വയനാട് ബത്തേരിയിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തു. ഉച്ചയ്ക്ക് പാലക്കാടും കോട്ടയം, വൈകുന്നേരം തിരുവനന്തപുരം ജില്ലയിലും അദ്ദേഹം തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. കേന്ദ്ര വ്യോമയാന സഹമന്ത്രിയും BJP നേതാവുമായ VK സിംഗും തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കേരളത്തിലെത്തും. LDF സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം CPM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷുണി അലി രാവിലെ കുമരകത്ത് പ്രചാരണത്തിൽ പങ്കെടുത്തു. വൈകിട്ട് 3-ന് കുടമാളൂരിലും 5-ന് നാട്ടകത്തും അവർ പ്രസംഗിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കോഴിക്കോട് മണ്ഡലത്തിൽ പര്യടനം നടത്തും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി നാളെ ചാലക്കുടി, പത്തനംതിട്ട, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ പര്യടനം നടത്തും. കർണാടക മന്ത്രി KJ ജോർജും UDF-നായി പര്യടന രംഗത്തുണ്ട്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ കേന്ദ്രമന്ത്രി P ചിദംബരം, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തുടങ്ങിയ നേതാക്കളാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രചാരണത്തിനായി വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തുക. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഇറാനിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം. ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിലാണ് ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയത്. ആക്രമണത്തെ തുടർന്ന് ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ വ്യോമഗതാഗതം നിർത്തിവെച്ചു. അതേസമയം ഇസ്രായേൽ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേലിന്റെ 3 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇറാനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. കേരളത്തിന്റെ പ്രശ്നങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കുന്നതിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കേരളത്തിൽ നിന്നുള്ള MPമാർ തയ്യാറായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. LDF കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷ കക്ഷി നേതാക്കളെ വലയിലാക്കാനാണ് കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നതെന്നും അന്വേഷണങ്ങളെ ഭയക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. താളമേള വർണ്ണ വിസ്മയങ്ങൾ ഒരുക്കി തൃശൂർ പൂരം. കാത്തുന്ന വേനൽ ചൂടിലും ജനലക്ഷങ്ങളാണ് തൃശൂരിന്റെ മണ്ണിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും ആകാശവാണി പ്രതിനിധി ഭരിത പ്രതാപ്. തൃശൂർ പൂരം അതിന്റെ പാരമ്യത്തിലെത്തിക്കഴിഞ്ഞു. വിസ്മയങ്ങൾ നിറച്ച് തൃശൂർ പൂരം പെയ്തിറങ്ങുകയാണെന്ന് പറയാം. കടുത്ത ചൂടിനെയെല്ലാം അവഗണിച്ചുകൊണ്ടും ജനലക്ഷങ്ങളാണ് ശക്തന്റെ മണ്ണിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 6 മണി മുതൽ ചെറുപൂരങ്ങളുടെ വരവായിരുന്നു. വടക്കുന്നാഥ സന്നിധിയിലേക്ക് ഓരോരോ ചെറുപൂരങ്ങളായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആനപ്രേമികളുടെ ഹരമായി മാറിയ കൊമ്പൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണ നെയ്തലക്കാവിൽ അമ്മയുടെ തിടമ്പേറ്റി പൂരത്തിന് എഴുന്നള്ളുന്നു എന്നുള്ളതും ഏറെ ആവേശമായിരിക്കുകയാണ്. മടത്തിൽ വരവ് രാവിലെ ഏതാണ്ട് 11:30യോടെയാണ് ആരംഭിച്ചത്. അല്പസമയത്തിനകം തന്നെ അത് വടക്കുന്നാഥ സന്നിധിയിലേക്ക് എത്തിച്ചേരും. തുടർന്ന് നാദവിസ്മയം തീർക്കുന്ന ഇലഞ്ഞിത്തറ മേളമാണ് ആരംഭിക്കുക. പിന്നീടാണ് ഏവരും കാത്തിരിക്കുന്ന പ്രധാന ചടങ്ങായ വിസ്മയങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുടമാറ്റം അരങ്ങേറുന്നത്. വൈകിട്ട് ഏതാണ്ട് 5:30യോടെയാണ് തെക്കോട്ടിറക്കത്തിന് ശേഷം ഇരു വിഭാഗങ്ങളും കുടമാറ്റത്തിനായി ഇറങ്ങുന്നത്. ശക്തന്റെ തട്ടകം പൂരത്തെ വരവേറ്റു കഴിഞ്ഞു. കനത്ത പോലീസ് സുരക്ഷയാണ് നഗരത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഗതാഗത നിയന്ത്രണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാന ചടങ്ങുകൾക്ക് ശേഷം നാളെ ഇരു ദേവതമാരും അടുത്ത പൂരത്തിന് കാണാമെന്ന ഉറപ്പു നൽകി ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഇത്തവണത്തെ പൂരത്തിന് സമാപനമാകും. IPL-ൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30-ന് ഏകന സ്പോർട്സ് സിറ്റി സ്റ്റേഡിയത്തിലാണ് മത്സരം. നിലവിൽ പോയിന്റ് പട്ടികയിൽ ചെന്നൈ 3-ാമതും ലക്നൌ 5-ാമതുമാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ പരാജയപ്പെടുത്തിയിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി 7:30-നാണ് ആദ്യ നോക്കൌട്ട് മത്സരം. ഇന്ന് ജയിക്കുന്നവർ സെമി ഫൈനലിന് യോഗ്യത നേടും. മേടമാസ വിഷു പൂജകൾക്കായി തുറന്ന ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രനട ഹരിവരാസനം പാടി ഇന്നലെ രാത്രി 10-ന് അടച്ചു. മധ്യവേനൽ അവധിയോടനുബന്ധിച്ച് കുട്ടികളുമായി ദർശനത്തിനെത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയ വർധനവാണ് ഇത്തവണ ഉണ്ടായത്. സ്വർണ്ണവിലയിൽ ഇന്ന് വർധനവ്. ഗ്രാമിന് 50 രൂപ വർദ്ധിച്ച് 6,815 രൂപയും പവന് 400 രൂപ വർദ്ധിച്ച് 54,520 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. വോട്ട് രേഖപ്പെടുത്തി പ്രമുഖ നേതാക്കളും സ്ഥാനാർത്ഥികളും. സംസ്ഥാനം തിരഞ്ഞെടുപ്പ് ചൂടിൽ പ്രചാരണം നയിച്ച് ദേശീയ നേതാക്കൾ. ഇറാനെതിരെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം. പ്രധാന നഗരങ്ങളിൽ വ്യോമഗതാഗതം നിർത്തിവെച്ചു. തൃശൂർ പൂരാവേശത്തിൽ ഇലഞ്ഞിത്തറമേളം അല്പസമയത്തിനകം. വൈകിട്ട് 4-ന് കുടമാറ്റം. IPL ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.